കോടാലി എന്നും അതേപോലെ തന്നെ ചെറ്റത്തരം കാണിക്കുന്നവരെന്നും വർഗവഞ്ചകരും എന്നൊക്കെ താൻ നൽകുന്ന ഇന്റർവ്യൂകളിൽ പല ആളുകളെയും പറ്റിയും കടന്നാക്രമിക്കുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി. പക്ഷെ ചില ആളുകളെ പറ്റി വലിയ പരാമർശങ്ങളോ അല്ലെങ്കിൽ പരാമർശങ്ങളെന്നല്ല ഒരു കടന്നാക്രമണോ അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമോ കാണുന്നില്ല. അത് ശ്രദ്ധിച്ചിരുന്നോ? ഹർഷ, നീ PK ശശി പറ്റിയാണോ ഉദ്ദേശിക്കുന്നത്? യെസ്, PK ശശിനെ പറ്റി തന്നെയാണല്ലോ ഒബ്വിയസ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഇപ്പം TK ഗോവിന്ദനെതിരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ശ്യാമളയുടെ നമ്മുടെ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുമ്പോൾ അതിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു എതിർപ്പ് കൊണ്ട് തന്നെ സ്ഥാനമോഹി ആയതുകൊണ്ട് പാർട്ടി വിട്ടു പോയ വേറെ പാർട്ടിയിലെ ആളുകളുടെ കയ്യിലെ കോടാലിയായി മാറാൻ പോകുകയാണ് എന്ന് വളരെ രൂക്ഷമായിട്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നു. അത് മാത്രമല്ല, ഒപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും കാലം പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് G സുധാകരൻ. അമ്പലപ്പുഴയിലൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്ര നമുക്ക് എന്താ പറയുക മറന്നു കളയാൻ പോലും പറ്റാത്ത അത്രയും ഒരു റോൾ ഉണ്ടായിരുന്ന ഒരാൾ പാർട്ടി വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നില്ല. ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ 3 തവണ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോകാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ കോൾ എടുത്തില്ലെന്നൊക്കെ. പക്ഷെ എന്നിരുന്നാലും G സുധാകരനക്ക് എതിരെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അധികാരമോഹിയാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ചെറ്റത്തരം കാണിച്ച് പാർട്ടിയെ ചതിക്കാൻ വേറെ ആർക്കും പറ്റില്ല എന്നൊക്കെ വളരെ മുഖത്തടിച്ച പോലെ അദ്ദേഹം ഈ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു 5-6 ഇന്റർവ്യൂ എല്ലാ ചാനലുകൾക്കുമായിട്ട് മൊത്തത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ PK ശശിനെ പറ്റിയിട്ട് കാരണം പുള്ളി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയും അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ പറഞ്ഞിട്ടില്ല. പക്ഷെ പാർട്ടിക്കെതിരെയൊക്കെ ആണെങ്കിലും പുള്ളി നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിൽ പോലും ഇദ്ദേഹത്തിനെതിരെ ഒരു കടന്നാക്രമണം ഉണ്ടാവുന്നില്ല. അത് മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാമർശങ്ങൾ ഉണ്ടാവാതിരുന്നു എന്ന് പറയുന്നില്ല. അതായത് പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോവുകയും അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കാണാൻ പറ്റാതെയും സാധിക്കാതെ വന്നത് കൊണ്ടല്ലേ ഇപ്പം എന്താ പറയുക PK ശശിയെ പോലെയുള്ള ആളുകൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു ജനറൽ ആയിട്ടാണ് അത് പറഞ്ഞു പോകുന്നത്. അല്ലാതെ ഇവരോട് പറഞ്ഞ പോലെ എന്നാ പിടിച്ചോ ഇവനുള്ള ഗോള് ആ പരിപാടിയില്ല. ഹർഷ, PK ശശിയും പിണറായി വിജയനും എന്ന് പറയുന്നത് ഒരു ഗുരുശിഷ്യ ബന്ധമാണ് അവർക്കിടയിലുള്ളത്. ഏറ്റവും അരുമയായിട്ടുള്ള ഒരു ശിഷ്യൻ. ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ പോലെ എന്താണ് VS അച്യുതാനന്ദന്റെ വിഭാഗീയതയുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. ഈ പാലക്കാട് അവിടെ ഉണ്ടായിരുന്ന ഈ VS അനുഭാവികളെ ആ ഒരു പക്ഷത്തെ തന്നെ അടിച്ചമർത്താനായിട്ട് അന്ന് പിണറായിയുടെ ഏറ്റവും വലിയൊരു ആയുധം തന്നെയായിരുന്നു PK ശശി എന്ന് പഴയകാല റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തില് നിലനിന്നിരുന്ന ആ ഒരു ബന്ധത്തിൽ ഒരു പക്ഷെ ഇന്ന് G സുധാകരനോടോ അല്ലെങ്കിൽ ഗോവിന്ദനോടോ പറഞ്ഞ പോലെ എന്താണ് വർഗവഞ്ചകനാണെന്നോ അല്ലെങ്കിൽ കോടാലിയാണെന്നോ എന്ന് പറഞ്ഞ് അവർക്ക് ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിക്കാൻ ഒരു പക്ഷെ കഴിയത്തില്ല. അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചാൽ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും അതെ തീർച്ചയായിട്ടും. കാരണം PK ശശിയെ പറ്റി ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല, അദ്ദേഹം നിലനിൽക്കുന്ന ആ ഒരു പാർട്ടിയെയും ഇന്നത്തെ സമകാലിക സാമൂഹ്യമായിട്ടുള്ള പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വ്യക്തി അത് വരത്തില്ല. കാരണം അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഇതുവരെ സമൂഹത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രസക്തി പോലും ആ ഒരൊറ്റ ഇതിലൂടെ തീർന്നു കിട്ടും. കാരണം അത്തരത്തിലൊരു ആരോപണം PK ശശിക്കെതിരെ ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും PK ശശി കൊടുക്കാൻ പോകുന്ന മറുപടി അവരുടെ ഒരു ഇതുവരെയുള്ള നിലനിൽപ്പിനെ തന്നെ താളം തെറ്റിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ തമ്മിൽ അത്തരത്തിലുള്ള ഒരു കടന്നാക്രമണം ഉണ്ടാവാത്തത്. പറഞ്ഞു എന്ന് വെച്ചാൽ പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു മട്ടാണ് രണ്ടുപേര് സ്വീകരിക്കുന്നത്. അത് രണ്ടുപേരുടെ നിലനിൽപ്പിന് അനിവാര്യമായതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ആ തരത്തിൽ PK ശശിയെ പറ്റിയിട്ട് ഒരു കടന്നാക്രമണമോ അല്ലെങ്കിൽ PK ശശിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളോ പിണറായി വിജയൻ പറഞ്ഞു പോകാത്തത് എന്ന് തന്നെ ആയിരിക്കാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റേ PR പരിപാടിയല്ലേ, മറ്റേ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ അറിഞ്ഞിട്ട് പോലില്ല എന്നൊക്കെ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒത്തിരി ആളുകൾ ഏറ്റെടുക്കുകയും ട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്റർവ്യൂവിൽ അതേപോലെ തന്നെ വന്നൊരു കാര്യമാണ് ഒരു BJPയുടെ റോളിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി വളരെ രസകരമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഇല്ല അവർക്ക് ഇവിടെ ഒരു ഭാവി ഇല്ല എന്നൊക്കെ പുള്ളി അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു കാരണം തുടർഭരണം എന്ന് പറയുന്നത് ഇന്നത്തെ അവരെ സംബന്ധിച്ച് പിണറായി ഭരണത്തിൽ തുടർഭരണം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ അവർ കാത്തു സൂക്ഷിച്ച എല്ലാവിധ അവരുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പദവിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെ വേണം അവർ ഈ തെരഞ്ഞെടുപ്പിനെ സ്വീകരിക്കാൻ. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നു കയറാതിരിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം ഇവര് ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ PK ശശിയും
നമ്മുടെ പിണറായിയും തമ്മിലുള്ള ഒരു അനുരഞ്ജനം നടന്നു പോകുന്നതെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്.